ഇപ്പൊ ഞാനീ പറഞ്ഞ കോർപ്പറേറ്റ് കുത്തകളിൽ നിന്ന് പൈസ തെരഞ്ഞെടുപ്പിന് എണ്ണി വാങ്ങിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് മെഡിക്കൽ കോളേജിനോട് വിറ്റ് കാശാക്കാൻ നോക്കിയാൽ ഞങ്ങളെ കിട്ടില്ല. ഞങ്ങളെ കിട്ടൂല എന്നാ. അല്ല, ഈ രാവിലെ തന്നെ നമ്മുടെ റിയാസ് മിനിസ്റ്റർ, പഴയ റിയാസ് മിനിസ്റ്റർ ഒക്കെ എന്തുവാണ് ഈ പരിപാടി? ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഈ CPM-മാർക്ക് വേറൊരു പണിയില്ലടോ. രാവിലെ തന്നെ കോർപ്പറേറ്റ്, കുത്തക, കമ്പനി, സ്ഥിരമുള്ള വാക്കുകളാണെന്ന് ഈ വാക്കുകളായിട്ട് ഇതാ മിനിസ്റ്റർ വന്നിരിക്കുന്നത്. ഇതെന്തോ പരിപാടി നമുക്ക് നോക്കണ്ടേ? കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് എന്തൊക്കെ പറയുന്നുണ്ട്, കൃത്യമായിട്ട് അന്വേഷിക്കേണ്ട കാര്യമാണത്. സുഹൃത്തുക്കളെ, ഒന്ന് കേട്ടോ കൂട്ടോ. ഇവർക്കൊന്നും ഒരു പണിയില്ല. സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഒരു പരിപാടിക്ക് എതിരാണ്. ഇതൊന്ന് കേൾക്കാം, ഇതെന്താ പറയുന്നേ, പറ. നിങ്ങളിപ്പോ അതിൽ കൂടുതൽ വേണ്ട. ഇപ്പൊ ഈ കഴിഞ്ഞ സർക്കാർ മാറി പുതിയ സർക്കാർ വന്നല്ലോ. നിങ്ങൾ കഴിഞ്ഞ സർക്കാർ എന്ന് പറഞ്ഞ കാര്യമില്ലേ? ശരിയല്ല. ഇവിടെ റിയാസ് മിനിസ്റ്റർക്ക് വളരെയധികം തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഭരിക്കുന്നത് കോൺഗ്രസ് സർക്കാർ ആയിക്കോട്ടെ, മാധ്യമപ്രവർത്തകരായിട്ടുള്ള ഞങ്ങൾക്ക് സംസാരിക്കാനുള്ളത് പഴയ സർക്കാരിനെ കുറിച്ച് മാത്രമാണ്. നിങ്ങൾ വെറുതെ പഴയ സർക്കാരിനെ പറ്റി പറയാൻ പാടില്ല എന്ന് പറയരുത്. പഴയ സർക്കാർ അടിപൊളിയായിട്ട് ഭരിച്ചിട്ടുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷേ ഇപ്പൊ മൊത്തം കൊളായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും ഞങ്ങൾ പിണറായി വിജയൻ സർക്കാരിനെ ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കും. VD സതീശൻ സർക്കാർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 14 എന്തൊക്കെയോ ടെസ്റ്റുകൾക്ക് പൈസ ഏർപ്പെടുത്തിയിരിക്കുന്നു. ഇത്ര കാലം ഉണ്ടായിരുന്നില്ല, ഇത്ര കാലം ഉണ്ടായിരുന്നില്ലെന്നേ. അപ്പോഴത്തെ മെഡിക്കൽ കോളേജിൽ 14 ടെസ്റ്റുകൾക്ക് പൈസ ഏർപ്പെടുത്തിയിരിക്കുന്നു. പൈസ കൊടുത്താൽ മാത്രമാണ് ഇനി അവിടെ ചികിത്സ കിട്ടുള്ളൂ എന്നർത്ഥം. അതിനെതിരെ പ്രതികരിക്കാൻ വന്നിരിക്കുന്നു മുഹമ്മദ് റിയാസ് MLA. വല്ല പണിയുണ്ട് അവർക്കൊക്കെ. മുണ്ടാണ്ട് കുത്തിരിക്കണ്ടേ? കോഴിക്കോട്ടുകാരല്ലേ നിങ്ങളൊക്കെ, മിണ്ടാണ്ട് കുത്തിരിക്കണ്ടേ? ഏർപ്പെടുത്തട്ടെന്നേ, എനിക്കത് മനസ്സിലാവാത്ത. നമ്മളൊക്കെ അനുഭവിക്കണമെന്നേ. എന്താ പ്രശ്നം? കുറച്ച് പൈസ കൊടുത്താൽ എന്താ പ്രശ്നം? ഇതിനേക്കാൾ വലിയ തുക നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ കൊടുത്തിട്ട് നമ്മൾ ചികിത്സിക്കുന്നില്ലേ? അപ്പൊ അതിൻ്റെ ഒരു പകുതി തുകയെങ്കിലും ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊടുക്കണമെന്നേ. അപ്പൊ നിങ്ങളടക്കമുള്ള കമ്മ്യൂണിസ്റ്റുകാർ പറയും, കഴിഞ്ഞ 10 വർഷം പിണറായി കാലത്ത് 5ന്റെ പൈസ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊടുത്തിരുന്നില്ല, 5 പൈസ ചെലവാക്കാതെയായിരുന്നു അവിടെ നമുക്ക് ചികിത്സ കിട്ടിയിരുന്നത്. ആയിക്കോട്ടെ, ഇപ്പൊ പിണറായി വിജയൻ സർക്കാരല്ല, ഇപ്പൊ ഞങ്ങൾ VD സതീശൻ സർക്കാരാണ്. ഞങ്ങൾ വന്നാൽ മെഡിക്കൽ കോളേജിലൊക്കെ ചികിത്സയ്ക്ക് ഞങ്ങൾ പൈസ ഏർപ്പെടുത്തും. നിങ്ങൾക്കെന്താ അല്ലേ? എന്താ പ്രശ്നം? പ്രതികരിക്കരുത്. സത്യം പറയാൻ ഞാൻ റിയാസ് എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യനെതിരാണ്. പ്രതികരിക്കരുത്. പൈസ കൂട്ടട്ടെ, നാട്ടുകാരനുഭവിക്കട്ടെ എന്നല്ല വിചാരിക്കേണ്ടത്. അതിന് പകരം ഇപ്പോഴും ഒരു ഉളുപ്പും ചളിപ്പില്ലാതെ അവിടെ പോയിട്ട് സമരം ചെയ്യുക, ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുക. അപ്പൊ മാധ്യമപ്രവർത്തകര് ഇപ്പൊ ഇവിടെ പൈസ കുട്ടിയെ പറ്റിയിട്ട് ഒന്നും ചോദിക്കാല്ലേ അവർക്ക്. ഇവിടെ ഇപ്പൊ പൈസ കുട്ടിയെ പറ്റിയിട്ട് മാധ്യമപ്രവർത്തകർക്ക് ഒന്നും ചോദിക്കാനില്ല. ആരാ പൈസ കൂട്ടിയേ, എന്തിനാ പൈസ കൂട്ടിയേ, അതിന് മുരളീധരന് വല്ല ഉത്തരം പറയണോ? ഓഹോ ഏഹേ, ഒരു വാക്ക് പോലും നമ്മുടെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിയോട് ഈ മാധ്യമപ്രവർത്തകർ ചോദിക്കില്ല. കമാന്നൊരു അക്ഷരമുണ്ടില്ല. മാധ്യമപ്രവർത്തകർ ഇവരൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്താ പറയാ, പണ്ട് ഈ ബ്രിട്ടീഷുകാരെ കണ്ട കവാത്ത് മറക്കുമെന്ന് പറയലോ, അതേപോലെയാണ്. ഇങ്ങനെ നിൽക്കും, പച്ച മുച്ച മടക്കി നിൽക്കും. പക്ഷെ റിയാസ് മിനിസ്റ്ററൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചോദിക്കും കേട്ടോ. അതൊക്കെ ചോദിക്കും. നിങ്ങളുടെ കഴിഞ്ഞ കാലത്ത് എന്ന് പറഞ്ഞോട് ചോദിക്കും ഇല്ലയോ? ചോദിക്കണമെന്ന്. അങ്ങനെ തന്നെ സതീശൻ സർക്കാരിനോട് ഒരു ചോദ്യം പോലും മാധ്യമപ്രവർത്തകരെ നിങ്ങൾ ചോദിക്കരുത്. പക്ഷേ പിണറായി വിജയനോട് എപ്പോഴും ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോഴേ നിങ്ങൾ മാധ്യമപ്രവർത്തകരാകുന്നുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് മാധ്യമപ്രവർത്തകർ? നിങ്ങൾ മാധ്യമപ്രവർത്തകർ, നിങ്ങളെ മാപ്രാന്ന് വിളിക്കുക. അപ്പം നിങ്ങളെ വല്ല ചോദ്യം ചോദിച്ചു പോയാലുണ്ടല്ലോ, ഞാൻ പറഞ്ഞേക്കാം. നോക്ക് പുതിയ സർക്കാർ ചെയ്യുന്നത് എന്ത്, പുതിയ സർക്കാർ ചെയ്യാത്ത എന്തെന്നുള്ള ചർച്ച ചെയ്യും. ഒക്കെ അങ്ങനെയാണെന്ന് കഴിഞ്ഞ സർക്കാർ. അത് പറ്റില്ല. പുതിയ സർക്കാർ ചെയ്യാത്തത് എന്ത്, പഴയ സർക്കാർ ചെയ്തത് എന്തൊക്കെ എന്ന് ചർച്ച ചെയ്യുന്നു. അങ്ങനെ ആ കളി പറ്റൂല. ആ കളി നടത്തി കഴിഞ്ഞാൽ പരാജയപ്പെടും അല്ലേ? ആ കളി നടത്തി കഴിഞ്ഞാൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. അപ്പൊ കുടുങ്ങും. അപ്പൊ കാര്യങ്ങളൊക്കെ വെളിവത്താവും. ഇപ്പോഴത്തെ സർക്കാർ മൊത്തം കുളം തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. പിണറായി സർക്കാർ കാര്യങ്ങളൊക്കെ നേരമ്പലൊക്കെ നടത്തിയിരുന്നു എന്നറിയും. എൻ്റെ പൊന്നു റിയാസ് സാർ, താങ്കൾ ഇങ്ങനത്തെ ചോദ്യങ്ങളൊന്നും മാധ്യമപത്രത്തോട് ചോദിക്കരുത്. അവർക്കത് മനസ്സിലാവില്ല. അടുത്തത് LDF ജനങ്ങൾ തീരുമാനിച്ചെന്താ,
UDFന്റെ ജനങ്ങൾ കഴിഞ്ഞ 10 കൊല്ലം മുടങ്ങിയോ? അല്ല കഴിഞ്ഞ 10 കൊല്ലം മുടങ്ങിയോ? കഴിഞ്ഞ 10 കൊല്ലം മുടങ്ങിയില്ല. കഴിഞ്ഞ 10 കൊല്ലം മുടങ്ങാത്തൊരു കാര്യം നിങ്ങൾ കഴിഞ്ഞ 10 കൊല്ലം മുടങ്ങാത്ത കാര്യം ഇത്തവണ മുടങ്ങുമ്പോൾ അത് സർക്കാരിൽ നിന്ന് വാങ്ങിയെടുക്കാൻ ആ MLA തയ്യാറാവണം. ഞങ്ങൾ കൂടെ നിൽക്കും സർക്കാരിൽ നിന്ന് വാങ്ങിയെടുക്കാൻ. ഇവിടെ ഞാൻ കഴിഞ്ഞ 10 കൊല്ലം മുടങ്ങിയോ? 10 കൊല്ലം മുടങ്ങിയോ? നിങ്ങൾ കഴിഞ്ഞ 10 കൊല്ലം ഒന്നും മുടങ്ങിയിട്ടില്ല. കഴിഞ്ഞ 10 കൊല്ലം എന്ത് നടത്തിയാലും, നിങ്ങൾ എന്ത് പ്രചരണം നടത്താൻ ശ്രമിച്ചാലും മെഡിക്കൽ കോളേജിൽ പൈസ വാങ്ങി ചികിത്സ നടത്താനുള്ള ഏർപ്പാട് അനുവദിക്കൂല. അത് എന്ത് കണ്ടില്ലേ? മെഡിക്കൽ കോളേജിൽ അപ്പോ പൈസ വാങ്ങിച്ച് ചികിത്സ നടത്തുന്നു എന്നുള്ളതാണ്. അതിനെതിരെയാണ് ഈ പറയുന്ന റിയാസ് പഴയ മിനിസ്റ്ററൊക്കെ സമരത്തിന് ഇറങ്ങിയിരിക്കുന്നത്. വല്ല കാര്യമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നത്. ഏതെങ്കിലും കോൺഗ്രസ്സുകാർ അല്ലെ മെഡിക്കൽ കോളേജ് പൊതുജനങ്ങൾക്ക് ഉപയോഗപ്പെടുന്നതല്ലേ? അല്ലടോ, ആണല്ലോ. സാധാരണ ജനങ്ങൾ ഒരു ആരോഗ്യ പ്രശ്നമായിട്ട് നേരെ എത്തിപ്പെടുന്ന സ്ഥലം മെഡിക്കൽ കോളേജ് അല്ലേ? ഗവൺമെന്റ് കീഴിലുള്ളതല്ലേ? അല്ലേ? അവിടെ പൈസ ഇല്ല എന്നുള്ളതല്ലേ നമ്മളൊക്കെ അവിടേക്ക് ആകർഷിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റലൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ ആദ്യം നമ്മുടെ വീടിന്റെ ആധാരം പണയപ്പെടുത്തിയിട്ട് വേണ്ട പോവാൻ, അല്ലേ? അതൊന്നും ഇല്ലാതെ ചികിത്സ കിട്ടില്ലേ? ഹാർട്ട് ഓപ്പറേഷൻ അടക്കം ഫ്രീ ആയിട്ട് ചെയ്ത് കിട്ടില്ലേ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ? നമുക്കവിടെ നിന്ന് തിരികെയുള്ള ഭക്ഷണം കഴിക്കാനും മറ്റുള്ള പണം മാത്രം ചെലവഴിച്ചാൽ പോരെ? അതും ചിലപ്പോൾ DYFക്കാർ തരൂലേ? ഇങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളുണ്ടല്ലോ നമ്മൾ അങ്ങോട്ട് പോണേ. പക്ഷെ ഇനി മുതൽ അവിടെ ചികിത്സയ്ക്ക് പണം അടയ്ക്കണം. അടയ്ക്കാതെ ചികിത്സ നടക്കില്ല. നമ്മുടെ VD സൈസ് സർക്കാർ കൊണ്ടുവന്ന ഒരു പുതിയ വിസ്മയകരമായ മാറ്റമാണ്. ആ മാറ്റം പറ്റൂല എന്നാണ് നമ്മുടെ റിയാസ് ഒക്കെ പറയുന്നത്. അത് ശരിയല്ല. റിയാസ് ഇടപെടുന്നത് ശരിയല്ല. ജനങ്ങൾ വളരെ മോഹത്തോടെ വിസ്മയങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വോട്ട് ചെയ്തത്. ആ വോട്ട് VD സതീശൻ സർക്കാരിനാണ്, പിണറായി വിജയൻ സർക്കാരിനല്ല. അപ്പൊ അവർ കൊണ്ടുവരുന്ന ഇത്തരം സാമ്പത്തികമായിട്ടുള്ള വിസ്മയങ്ങൾ, മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്ക് പൈസ ഏർപ്പെടുത്തുക എന്നീ പറയുന്ന ഭയങ്കര ഗംഭീരമായിട്ട് പൊതുജനങ്ങളെ ആരമായിട്ട് സഹായിക്കുന്ന ഇത്തരം വിസ്മയങ്ങൾക്ക് എതിരെ നിൽക്കരുത് റിയാസ് അടക്കമുള്ള ആളുകൾ. നിൽക്കരുത്. റിയാസ് അടക്കമുള്ള ആളുകൾ പറയുന്നു ഇവിടെ പൈസ ഏർപ്പെടുത്തുന്നത് ശരിയല്ല. ശരിയാണെന്ന് VD സൈസ് സർക്കാർ ചെയ്യുന്നത് ശരിയാണ്. അതിനെതിരെ ദയവേത് നിൽക്കരുത്. നിങ്ങളൊക്കെ വേണ്ട എന്ന് പറഞ്ഞ് ജനങ്ങൾ മാറ്റി നിർത്തിയതാണ്. ഇനി നിങ്ങൾ മിണ്ടരുത്. ചിലപ്പോൾ ഇവിടെ സർക്കാർ പൈസ ഏർപ്പെടുത്തും. ഇനിയിപ്പോ ഹൃദയ ശസ്ത്രക്രിയക്ക് 5 ലക്ഷമാണ് പ്രൈവറ്റ് വാങ്ങിക്കുന്നതെങ്കിൽ 2.5 ലക്ഷം കൊടുത്താൽ മതിയാവും. എവിടെ? ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ. എന്തൊരു ലാഭമല്ലേ? അപ്പോ റിയാസ് മിനിസ്റ്റർ അടക്കമുള്ള ആളുകളൊക്കെ പറയും 10 വർഷം ഭരിക്കുന്ന സമയത്ത് 5ന്റെ പൈസ വാങ്ങിയതാണ് ആ ചികിത്സ ഒക്കെ നടത്തിയിരുന്നത്. അതന്ന്. ഇത് കാലം മാറി. അത് മനസ്സിലാക്കണം. റിയാസ് മിനിസ്റ്റർക്ക് കുറെ മനസ്സിലാക്കാനുണ്ട്, കുറെ ഏറെ പഠിക്കാനുണ്ട്. നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല. ബൈ.